വളരെ കൗതുകകരമായ ഒരു വശം എന്താണ് എന്നുള്ളത് വെച്ചാൽ PV അൻവർ മുട്ടിന് വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. മാധ്യമങ്ങളെ അല്ലാതെ തന്നെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുമുണ്ട് എല്ലാ മാധ്യമങ്ങളോടും. അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് വേണ്ടി ഡൽഹിയിലെത്തിയ പാർട്ടി സെക്രട്ടറി ഇന്ന് വിശദമായി മാധ്യമങ്ങളെ കണ്ട് പ്രതിരോധിക്കുന്നുണ്ട്. എല്ലാ CPM-ന്റെ നേതാക്കളും മറുപടി പറയുന്നുമുണ്ട്. പറയുന്നത് എന്താണ് രാഷ്ട്രീയം? ശ്രീ സന്ദീപ് വാര്യർ, രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഫോക്കസ് അവിടേക്ക് പോകുന്ന സമയത്ത് അൻവർ ചോദിച്ചു വെച്ച പല കാര്യങ്ങൾ, അൻവർ പറഞ്ഞതിൽ ജനങ്ങളെ വന്നു തൊടുന്ന പല കാര്യങ്ങൾ, അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട, അവരുടെ നീതിയുമായി ബന്ധപ്പെട്ട, അവരുടെ മരണവുമായി തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ പലത്. അതിലേക്ക് ചർച്ച പോകാതിരിക്കാനുള്ള രാഷ്ട്രീയമായ വലിയ ജാഗ്രത കൂടി ഇവിടെ അരങ്ങേറുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. വാസ്തവത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. ഇവിടെ അൻവർ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സ്വർണം പോലീസുകാർ, മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് എഫുകാർ പിടിച്ച് ആ സ്വർണം തട്ടിയെടുക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ സംബന്ധിച്ച വിവരം തൻ്റെ പക്കലുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ആരാ ഉന്നയിച്ചിട്ടത്? എന്നെയോ മാധുവിനെയോ പോലെയുള്ള ഒരു സാധാരണക്കാരനല്ല, മറിച്ച് ഈ സംസ്ഥാനത്തെ നിയമസഭാംഗമായിട്ടുള്ള ഒരാൾ, ലോ മേക്കർ ആയിട്ടുള്ള ഒരാളാണ് നിയമപരമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ അൻവറിന്റെ ഒരു മൊഴി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ടോ? ഞാനോ മാധുവോ ആണോ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, BRM ഷഫീറോ ആണ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതെങ്കിൽ പോലീസ് അടുത്ത മിനിറ്റ് നമ്മുടെ വീട് തേടി വരില്ലേ? എന്നിട്ട് നമ്മൾ മൊഴി എടുക്കില്ലേ? ഒരു കൊലപാതകമല്ലേ, കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ലേ പുറത്തു വരേണ്ടത്? ഏറ്റവും ഗുരുതരമായിട്ടുള്ള ക്രൈമിനെ സംബന്ധിച്ച വിവരങ്ങൾ ഒരു ലോ മേക്കർ നിയമസഭയ്ക്ക് അകത്തല്ല, നിയമസഭയുടെ പരിരക്ഷയിലല്ല പറഞ്ഞത്, പുറത്ത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അയാളുടെ മൊഴി എടുക്കാൻ എന്താ കേരളത്തിലെ പോലീസ് സംവിധാനം തയ്യാറാത്തത്? ഇവിടെ മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കസ്റ്റംസിന് മാത്രമാണ് പിടിച്ചെടുത്ത സ്വർണം ഉരുക്കിയിട്ട് അത് സൂക്ഷിക്കാനോ അതല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ അധികാരമുള്ളത്. ഇവിടെ കേരള പോലീസിന് ഇത്തരത്തിൽ സ്വർണം പിടിച്ചെടുക്കുന്ന സ്വർണം ഉരുക്കി അത് ആ ഉരുക്കിയ സാധനം സൂക്ഷിക്കാനോ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോടതിയിൽ ഹാജരാക്കാനോ അധികാരമില്ല, അവകാശമില്ല. ഇവിടെയാണ് മലപ്പുറം പോലീസ് സൂപ്രണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനം സ്വർണം പിടിച്ചെടുത്ത് അത് തൊണ്ടി മുതലായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് പോലീസിനുള്ളത്. ആ തൊണ്ടി മുതലായി സൂക്ഷിക്കുന്നതിന് പകരം അത് ഉരുക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ കേരള പോലീസിന് അവകാശമേ ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കസ്റ്റംസിന് ഇത് ഉരുക്കാൻ കസ്റ്റംസിൻ്റെതായിട്ടുള്ള ഫണ്ടുണ്ട്, തനത് ഫണ്ടുണ്ട്. കേരള പോലീസിന് ഈ പറയുന്ന മലപ്പുറത്തെ SP ആയിരുന്ന സുജിത് ദാസിന് പോലീസിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പിടിച്ചെടുത്ത തൊണ്ടി മുതൽ ഉരുക്കിയത്, സ്വർണം ഉരുക്കിയത്? അത് നിർണായകമായിട്ടുള്ള ചോദ്യമല്ലേ. അൻവർ പോലെ ആ ചോദ്യം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ പോലീസിന്റെ കൈവശം സ്വർണം ഉരുക്കാനുള്ള തനത് ഫണ്ടേ ഇല്ല എന്നുള്ള നിലയ്ക്ക് ഇല്ലാത്ത സ്ഥിതിക്ക് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പോലീസ് ഈ സ്വർണം ഒരുക്കിയിരുന്നത്? അവിടെയാണ് അൻവർ പറഞ്ഞിട്ടുള്ള ആക്ഷേപം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ആക്ഷേപം അതിലുള്ളത്. എന്താണ് ഈ പറയുന്ന അപ്രൈസർ എങ്ങനെ പൈസ ഉണ്ടാക്കി? അപ്രൈസർക്ക് കമ്മീഷൻ കൊടുക്കായിരുന്നു, പിടിച്ചെടുക്കുന്ന സ്വർണത്തിന് കമ്മീഷൻ കൊടുക്കായിരുന്നു കേരള പോലീസ്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപമല്ലേ? ആ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാതിരിക്കാൻ ഇവിടെ UDF-ഉം LDF-ഉം ബോധപൂർവമായി ഇതിനെ കൊണ്ടുപോയി എല്ലാം BJP-യുടെ RSS-ന്റെ തലയ്ക്ക് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചർച്ച മുഴുവൻ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് പോയിക്കൊള്ളുമല്ലോ. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഒരു ലോ മേക്കർ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തി, മാധ്യമപ്രവർത്തകരെ ഫോൺ ചോർത്തി എന്നൊരു ലോ മേക്കർ ഒരു MLA ആക്ഷേപം ഉന്നയിച്ചപ്പോ അതിലേക്ക് ചർച്ച പോകുന്നില്ല. ചർച്ച പോകാൻ പാടില്ല എന്ന നിർബന്ധമാണ്. എന്നിട്ട് അതിന് പകരം വാചക കസർത്ത് നടത്തിയ ഇവിടെ നേരത്തെ ഞാൻ അവസാന പറയുന്നുണ്ട് ഈ ഫോൺ ചോർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അൻവറിനെതിരെ പരാതിയുണ്ട്, അന്വേഷിക്കണമെന്നൊക്കെ. ഈ കാര്യം പറഞ്ഞിട്ട് ദിവസങ്ങളും ആഴ്ചകളും എത്രയായി? ഇതുവരെ അതിൽ കേസെടുത്തിട്ടില്ല. ജനങ്ങളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലേ? സ്വകാര്യത നമ്മുടെ മൗലികാവകാശമല്ലേ? അത്തരത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസർമാരുടെ അവരുടെ കുടുംബത്തിലേക്ക് ഫോൺ റെക്കോർഡ് ഉണ്ടെന്ന് പറയുകയാണ്, അവകാശവാദം ഉന്നയിക്കുകയാണ്. അല്ല, അവകാശവാദം മാത്രമല്ലോ, സംസ്ഥാനത്തെ ഒരു പോലീസ് അധികാരിയുടെ ആ ഫോൺ ചോർത്തി അതിന്റെ ശബ്ദം MLA പുറത്തുവിട്ടു. നടത്തിയ ഫോൺ സംഭാഷണമാണല്ലോ, അതിൽ അദ്ദേഹം പാർട്ടിയാണ്, അത് അദ്ദേഹം പുറത്തുവിടട്ടെ. അത് നിയമവിരുദ്ധാണെന്നേ, അതും നിയമവിരുദ്ധമാണ്, അതും ഫോൺ ചോർത്തലാണ്. രണ്ടാമത്തെ, അത് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിന് വിരുദ്ധമാണ്. രണ്ട് കക്ഷികളുടെയും സമ്മതമില്ലാതെ ഫോൺ ചോർത്തിയത് പുറത്തുവിടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ADGP-യുടെ ഭാര്യയുടെ ഫോൺ സംഭാഷണം ഉണ്ടെന്ന് പറയുന്നു. ആരാണ്? സംസ്ഥാനത്തെ ആഭ്യന്തര സംവിധാനം
ഉത്തരവാദിത്തോടു കൂടി നോക്കുന്ന സംസ്ഥാനത്തെ ADGPയുടെ സ്വന്തം ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ട് അതിന്റെ റെക്കോർഡ് തന്റെ കൈവശമുണ്ടെന്ന് MLA പറയാണ്. ഈ നിമിഷം വരെ കേസിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതാരാ? സംസ്ഥാനത്തെ ഗവർണർ ആവശ്യപ്പെട്ടിട്ടും ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല, അന്വേഷണമില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ മാധു, ഇവിടെ അവസാന നിമിഷം ഈ LDFന്റെ പ്രതിനിധി പറയുന്ന കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് LDF അല്ലെങ്കിൽ CPM ചർച്ചയ്ക്ക് വിടുന്ന പല വക്താക്കളും അഭിമന്യുവിനെ പോലെയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ ചക്രവ്യൂഹത്തിന് അകത്ത് കയറുന്ന കാര്യം മാത്രം കൃഷ്ണൻ വിവരിച്ചത് കേട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. അദ്ദേഹം കുഞ്ഞാലി കൊലക്കേസിനെ കുറിച്ച് പറഞ്ഞു. ഈ നിലമ്പൂരിലെ MLA ആയിരുന്ന കുഞ്ഞാലി 69-ലാണ് കൊല്ലപ്പെടുന്നത്. അതിന് ആരെയാണ് ഇവർ ഉത്തരവാദി എന്ന് വിളിച്ചിരുന്നത്? ആര്യാടൻ മുഹമ്മദാണ് കുഞ്ഞാലി വധക്കേസിന് ഉത്തരവാദി എന്നും ആര്യാടനാണ് കുഞ്ഞാലിയെ കൊല ചെയ്തിരുന്നത് എന്നുമാണ് ഇന്നും അവർ പറയുന്നത്. ആ ആര്യാടൻ മുഹമ്മദിനെ കൊണ്ടുപോയി 80-ല് നായനാർ സർക്കാരിൽ മന്ത്രിയാക്കിയതാരാ? LDFന്റെ സ്ഥാനാർത്ഥിയാക്കിയതാരാ? CPMന്റെ വോട്ട് കൊണ്ട് ജയിപ്പിച്ചില്ലേ ആര്യാടനെ? നിലമ്പൂരിൽ തന്നെ മന്ത്രിയാക്കിയില്ലേ നിങ്ങൾ? എന്നിട്ട് കുഞ്ഞാലി കൊല്ലപ്പെട്ട മണ്ണാണെന്നൊക്കെ ഇങ്ങനെ വൈകാരികമായിട്ട് കിടന്ന് തള്ളുകയാണ്. ഈ കുഞ്ഞാലി കൊലക്കേസിൽ ഉത്തരവാദി എന്ന് നിങ്ങൾ ആക്ഷേപിച്ച അതേ മനുഷ്യനെ കൊണ്ടുപോയി മന്ത്രിയാക്കാൻ ജാള്യത കാണിക്കാത്തവരാണ് ഇവിടെ ഇരുന്ന അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ പകുതി മാത്രം എടുത്ത് പറയുന്നത്. ബാക്കി പകുതി കൂടി പറയണം മിസ്റ്റർ. കേരളത്തിലെ ജനങ്ങൾ കേൾക്കട്ടെ, നിങ്ങൾ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ ജനങ്ങൾ കേൾക്കട്ടെ. അപ്പൊ ഈ കുഞ്ഞാലി കൊലക്കേസൊന്നും പറയണ്ട. ഇവിടെ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഉണ്ടല്ലോ, ഇന്ന് വിളിച്ച മുദ്രാവാക്യം ഒരു MLA-ക്കെതിരെ വിളിച്ച മുദ്രാവാക്യമാണ്. ആ MLA ജയശങ്കറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? അതിന് വല്ല നടപടി ഉണ്ടായിട്ടുണ്ടോ? സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകൻ, ഒരു വക്കീൽ, അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞല്ലേ, കേസെടുത്തോ? ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായോ? അപ്പൊ അൻവറിനെ പേടിയാണ്. അൻവറിനെ നല്ല ഒന്നാന്തരം ഭയമാണ് CPM-ന്. ആ ഭയമാണ് ഇപ്പൊ ഇത്രയും ഈ നിമിഷം വരെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടത്. ഗതികെട്ടിട്ടാണ് ഈ സമയത്ത് അവരൊരു പ്രകടനം നടത്തിയിട്ടുള്ളത്. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.